ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചേഞ്ച്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 46 rupees is spent in buying 2 notebooks and a pen. The price of the pen is 6 rupees. What is the price of a notebook? 2 നോട്ട്ബുക്കും ഒരു പേനയും വാങ്ങിച്ചപ്പം 46 രൂപയായി. ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 6 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോട്ട്ബുക്കിൻ്റെ വില എത്ര, നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 നോട്ട്ബുക്ക്, 2 ബുക്കും ഒരു പേനയല്ലേ വാങ്ങിച്ചത്, 1 പെൻ. എത്ര രൂപയായി? 46 rupees-ആയി. പെന്നിൻ്റെ വില നമുക്കറിയാം, എത്ര? 6 rupees ഈക്വൽ ടു 46. നമുക്കറിയാം ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തേക്കുന്ന ഈ 6 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അന്നേരം 2 ബുക്കിൻ്റെ പ്രൈസ്, 2 ബുക്കിൻ്റെ പ്രൈസ് എന്തായിരിക്കും? 46 മൈനസ് 6, അതായത് എത്രയാണ്? 40 ആണ്. 2 ബുക്കിൻ്റെ പ്രൈസ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും? 40/2. എത്ര വരും? 20 rupees. ഒരു ബുക്കിൻ്റെ പ്രൈസ് എത്ര ആണെന്നേരം? 20 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ. 2 added to 3 times a number makes 50. What is the number? ഏതോ ഒരു നമ്പറിൻ്റെ 3 ടൈംസിൻ്റെ കൂടെ, 3 മടങ്ങിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പം എത്ര കിട്ടി? 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമ്പർ ഞാൻ n എന്നെടുത്തു. കാരണം 3 ടൈംസ് എ നമ്പർ അല്ലേ, അതായത് 3n. ഒരു നമ്പറിൻ്റെ 3 മടങ്ങിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പം എത്ര കിട്ടി? 50 കിട്ടി. അങ്ങനെയാണ് ഈ നമ്പർ എത്രയാണ്? ഇവിടെ 2 ആഡ് ചെയ്തേക്കുമല്ലേ, അത് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 3n ഈക്വൽ ടു 50 മൈനസ് 2 എന്ന് കിട്ടും, അതായത് 48. അന്നേരം n എന്തായിരിക്കും? 48/3. ഇവിടെ 3 എന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ, അത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പം ഡിവൈഡ് ചെയ്യണം. 48/3 16 ആണ് ആൻസർ. എന്താണ് n? ആ നമ്പർ എത്രയാണ്? 16 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 subtracted from 3 times a number gives 40. ഒരു നമ്പറിൻ്റെ 3 ടൈംസിൽ നിന്ന്, ഒരു നമ്പറിൻ്റെ 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പം എത്ര കിട്ടി? 40 കിട്ടി. നമ്പർ ഞാൻ n എന്ന് തന്നെ എടുക്കുന്നു. അതിൻ്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3n. 3n നിന്ന് 2 കുറച്ചപ്പോൾ എത്ര കിട്ടി? 40 കിട്ടി. അത് 3n ഈക്വൽ ടു 40 + 2 എന്ന് എഴുതാമല്ലോ. ഇവിടെ മൈനസ് അല്ലേ, അത് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 40 + 2 എന്താണ്? 42. 42 കിട്ടും. അത് n എത്രയാണ്? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 42/3 എന്ന് കിട്ടും. 14 ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 added to a number and the sum multiplied by 3 gives 60. ഒരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. ഈ ഒരു സമ്മിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 60 കിട്ടി. അങ്ങനെയാണ് ഈ നമ്പർ എത്രയാണെന്ന് വെച്ചേക്കുന്നത്. ഒരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു. ഈ സമ്മിനെ, അതായത് n+2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 60 കിട്ടി. അതായത് n+2 എന്തായിരിക്കും? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ, അപ്പുറത്തുകൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 60/3, അതായത് 20 എന്ന് കിട്ടും. n+2 ആണ് 20. അങ്ങനെയാണ് n എന്തായിരിക്കും? 20 - 2 ആയിരിക്കും 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 meters and the length of one side is 5 meters. What is the length of the other side? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അവർ തന്നിട്ടുണ്ട്. 50 മീറ്ററാണ് പെരിമീറ്റർ. അതിൻ്റെ ഒരു സൈഡ് 5 മീറ്ററാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മറ്റേ സൈഡ് കണ്ടുപിടിക്കുക. എന്താണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ? 2 × l+b അല്ലേ ഇക്വേഷൻ? 2 × l+b ആണ് ഇവിടെ തന്നേക്കുന്നത് 50. അരെ l+b എന്തായിരിക്കും? 50/2 ആയിരിക്കും, അതായത് 25 ആയിരിക്കത്തില്ലേ? ഇനി ഒരു സൈഡ് 5 ആണ് തന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ ബ്രെഡ്ത്ത് 5 ആണെന്ന് കൊടുക്കാം. l + 5 ആണ് 25. അരെ l എന്തായിരിക്കും? 25 - 5 ആയിരിക്കും. ആൻസർ എത്രയാണ്? 20 മീറ്റർ. ഒരു സൈഡ് 5 മീറ്റർ ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ അനിത ആൻഡ് ഹെർ ഫ്രണ്ട് bought 5 pens together, they got a reduction of 3 rupees in price. The total cost was 32 rupees. Had they bought the pens individually, how much would it have cost each? അനിതയുടെ ഒരു ഫ്രണ്ടും കൂടെ 5 പേന ഒരുമിച്ച് വാങ്ങിച്ചു.
5 പേന ഒരുമിച്ച് വാങ്ങിച്ചത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, 3 രൂപ കുറച്ച് കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു. എത്ര രൂപയായി മൊത്തം? 32 രൂപയായി. ഇനി ഇവരിത് ഒരുമിച്ച് വാങ്ങിക്കാതെ ഇൻഡിവിജ്വലായിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ അവർക്ക് റിഡക്ഷൻ ഒന്നും കൊടുക്കത്തില്ലല്ലോ. അന്നേരം എത്ര രൂപയായിരുന്നു, ഓരോ പേനയ്ക്കും എത്ര രൂപ ആകുമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 പേനയല്ലേ, 5 പേന ഒരുമിച്ച് വാങ്ങിച്ച് അന്നേരം എത്ര? 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അന്നേരം 5 പേനയുടെ പ്രൈസിൽ നിന്ന് 3 രൂപ കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 32 കിട്ടിയത്. അന്നേരം 5 പേനയുടെ പ്രൈസ് എന്തായിരിക്കും? ഈ 3 എന്ത് ചെയ്യണം? അപ്പുറത്തോണ്ട് ആഡ് ചെയ്യണം. ഇവിടെ മൈനസ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തോണ്ട് ആഡ് ചെയ്യണം. 32 + 3 എന്ത് കിട്ടും? 35. അതായത് റിഡക്ഷൻ ഇല്ലാതെ, ഡിസ്കൗണ്ട് ഇല്ലാതെ 5 പേനയുടെ പ്രൈസ് എന്താണ്? 35. അങ്ങനെയാണ് ഒരു പേനയുടെ പ്രൈസ് എന്തായിരിക്കും? 35/5 ആയിരിക്കും. 7 റുപ്പീസ് ആയിരിക്കും ഒരു പേനയുടെ പ്രൈസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലംസ് ബിലോ ദി റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ എ നമ്പർ ഈസ് ഗിവൺ. ഫൈൻഡ് ഈച്ച് നമ്പർ. ഇവിടെ 4 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4ൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാം. ആദ്യത്തെ എന്താണെന്ന് നോക്കാം. 3 added to 2 times the number gives 101. ഒരു നമ്പറിൻ്റെ 2 ടൈംസിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു നമ്പറിൻ്റെ 2 മടങ്ങിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 101 കിട്ടി. ഇവിടെ ഞാൻ നമ്പറിനെ എക്സ് എന്ന് എടുക്കുകയാണ്. അന്നേരം 2 ടൈംസ് ദി നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2x. ആഡ് ചെയ്തല്ലേ, 3 ആഡ് ചെയ്തു +3 എത്രയാണ്? 101 കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഒരു നമ്പറിന് 2 മടങ്ങിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 101 കിട്ടി. അങ്ങനെയാണ് 2x = എന്തായിരിക്കും? 101 - 3 ആയിരിക്കും അല്ലേ? 101 - 3 എത്ര? 98. അങ്ങനെയാണ് എക്സ് എത്ര ആയിരിക്കും? 98/2. എന്തായിരിക്കും ആൻസർ? 49. ആ നമ്പർ എത്ര അന്നേരം? 49. അടുത്ത ദിവസം നോക്കാം. 2 added to 3 times the number gives 101. ഒരു നമ്പറിൻ്റെ 3 ടൈംസിൻ്റെ കൂടെ, അതായത് 3x പ്ലസ് എന്താ ആഡ് ചെയ്തത്? 2 ആണ് ആഡ് ചെയ്തത്. +2 എത്ര കിട്ടുന്നത്? 101 കിട്ടും. അങ്ങനെയാണ് 3x = 101 - 2. 99 അല്ലേ? അത് എക്സ് എന്തായിരിക്കും? 99/3. ആൻസർ എത്ര? 33. ഏതാണ് ആ നമ്പർ? 33. അടുത്ത 3 subtracted from 2 times the number gives 101. ഒരു നമ്പറിൻ്റെ 2 ടൈംസിൽ നിന്ന്, 2 മടങ്ങിൽ നിന്ന് എന്ന് വെച്ചാൽ 2x മൈനസ് എന്ത് സബ്ട്രാക്ട് ചെയ്തേ? 3 ആണ് സബ്ട്രാക്ട് ചെയ്തത്. 3 കുറച്ചപ്പോൾ എന്ത് കിട്ടി? 101 കിട്ടി. അങ്ങനെയാണ് 2x എന്തായിരിക്കും? 101 + 3 ആയിരിക്കും. എന്താ? 104. അങ്ങനെയാണ് എക്സ് എത്ര ആയിരിക്കും? 104/2 ആയിരിക്കും. 52 ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 2 subtracted from 3 times the number gives 101. ഒരു നമ്പറിൻ്റെ 3 ടൈംസിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു, 2 കുറച്ചു, എന്ത് കിട്ടി? 101 കിട്ടി. അല്ല 3x എന്തായിരിക്കും? 101 + 2 103 ആയിരിക്കും. എക്സ് എന്തായിരിക്കും? 103/3 ആയിരിക്കും. ആൻസർ എന്ത് വരും? 34.33 എന്ന് വരും ആൻസർ. എന്താ? ദി സം ഓഫ് 6 times a number and 4 is 100. വാട്ട് ഈസ് ദി നമ്പർ? ഒരു നമ്പറിൻ്റെ 6 മടങ്ങിൻ്റെയും 4ൻ്റെയും കൂടെ തുക എന്താണ്? 100 ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു നമ്പറിൻ്റെ 6 മടങ്ങിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 100 കിട്ടണം. അങ്ങനെയാണ് ആ നമ്പർ എന്തായിരിക്കും? 6 മടങ്ങ് 6x എന്ന് എഴുതി, +4 ആണെന്ത്? 100. അരം 6x = 100 - 4 എന്ന് എഴുത്തില്ലേ? 96 എന്ന് വരും. അരം എക്സ് എന്തായിരിക്കും? 96/6 16 എന്ന് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 4 times the sum of a number and 6 gives 100. വാട്ട് ഈസ് ദി നമ്പർ? ഒരു നമ്പറിൻ്റെയും 6ൻ്റെയും കൂടെ സമ്മ്, അതിൻ്റെ 4 ടൈംസ് എന്തായിരിക്കും? 100 ആയിരിക്കും. ഒരു നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഈ നമ്പറിൻ്റെയും 6ൻ്റെയും കൂടെ സമ്മ് x + 6. ഈ സമ്മിൻ്റെ 4 ടൈംസ് എത്ര കിട്ടും? 100 ആണ്. അന്നേരം x + 6 × 4 ആണ് 100. അന്നേരം x + 6 എന്തായിരിക്കും? 100/4. 100/4 എന്താണ്? 25 ആണ്. x + 6 എന്തെന്ന് കിട്ടി? 25 എന്ന് കിട്ടി. അങ്ങനെയാണ് x എന്തായിരിക്കും?
25 - 6 എത്ര ആയിരിക്കും? 19 ആയിരിക്കും ആൻസർ.